ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ അങ്ങനെ ശ്രീനിവാസിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചേട്ടൻ അദ്ദേഹത്തെ കാണാൻ വന്നിരുന്നു. അയാളാണെങ്കിൽ വേദയോട് ഒളിച്ചോടിപ്പോയ കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. അത് കേട്ടപ്പോൾ വേദ അന്തം വിട്ടുപോയിട്ടോ, ഇയാൾ പറഞ്ഞ കാര്യം കേട്ട്. അപ്പം ഇങ്ങനെയാണല്ലോ വേദയെപ്പറ്റി പുറലോകം പറയുന്നതെന്ന് അന്നാണ് വേദയ്ക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞപ്പോഴേക്കും വേദ അകത്തേക്ക് കയറി ചെന്നു. വിക്രവും ശ്രീനിവാസനും അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്കും സുധ ഇതാര് വേദയോ ഒന്നും ചോദിച്ചാൽ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. എന്താ വേദ സംശയത്തോടെ ഇങ്ങനെ നിൽക്കുന്നേ? അന്ന് വീട്ടിൽ വെച്ച് ഞങ്ങളോട് പെരുമാറിയതുപോലെ ഞങ്ങളും പെരുമാറിയാലോ എന്ന് ഓർത്തിട്ടാണോ എന്ന് സുധ ചോദിക്കുമ്പം അന്ന് ഞാൻ അതിന് മോശമായിട്ടൊന്നും പെരുമാറിയില്ലല്ലോ സുധേച്ചി എന്ന് വേദ ചോദിക്കാം. വിക്രമും നിങ്ങളും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നല്ലേ പറഞ്ഞോളൂ എന്ന് വേദ പറയുമ്പം അതിന് നീ ആരടി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ട് വിക്രം ചാടി അങ്ങ് എഴുന്നേറ്റു. അപ്പോൾ ശ്രീനിവാസൻ വേണ്ട വിക്രം എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ ശ്രീനി സാറിനോട് ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്, അതുകൊണ്ട് വന്നതാ ഞാൻ എന്ന് പറയുമ്പം എന്താ വേദയ്ക്ക് അറിയേണ്ടത്? ചോദിച്ചോളാൻ പറഞ്ഞു. അത് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ് എന്ന് വേദ പറയുക കേട്ടോ. അപ്പോൾ സുധയും വിക്രം ഇങ്ങനെ നോക്കുക. സാറിനൊന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനെന്താ ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു. എന്താ കുട്ടിക്ക് കുടിക്കാൻ? അപ്പോൾ എനിക്ക് ഒരു ഫോർമാലിറ്റിയും വേണ്ട എന്ന് പറഞ്ഞു. ഒരു കാര്യം ചോദിക്കണം, തിരിച്ചു പോകണം, അത്രേ ഉള്ളൂ എന്ന് വേദ പറയണം. ശരി വരാൻ പറഞ്ഞു. അങ്ങനെ വേദയും ശ്രീനിവാസനും കൂടെ പുറത്തേക്ക് പോകും. അപ്പോൾ സുധയും വിക്രം അന്തം വിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ പുറത്ത് മാറി നിന്നു. അതേ സമയത്ത് അദ്ദേഹം സിഗരറ്റ് വലിക്കാൻ നോക്കിയപ്പം സോറി, എനിക്ക് 1 മിനിറ്റ് കൂടുതൽ സമയമൊന്നും വേണ്ട, ഞാൻ പോയി കഴിഞ്ഞിട്ട് കത്തിച്ചാൽ പോരെ എന്ന് വേദ ചോദിച്ചു. പുക എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ സംസാരിക്കുന്ന കാര്യം നിങ്ങൾ വിക്രമനോട് പറയരുതെന്ന് പറഞ്ഞു വേദ. നിങ്ങൾക്ക് വിക്രമനോട് ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളത് പറയില്ല എന്നും വേദ പറയുക. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണല്ലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയത്. അപ്പോൾ അതേന്ന് ശ്രീകാര്യം പറഞ്ഞു. മരിക്കാറായ അവസ്ഥയിൽ നിങ്ങൾ വിക്രമിനെ കണ്ടെത്തുകയായിരുന്നു അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം അയാളുടെ അച്ഛൻ്റെ ബാഗിൽ അങ്ങനെ ഒരു മയക്കുമരുന്ന് വെച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇനിയിപ്പം അതൊന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ വേദ ഒന്ന് ചിരിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എളുപ്പം കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നതായിരിക്കുമെന്നും പക്ഷേ എനിക്ക് അതങ്ങനെയല്ലല്ലോ എന്ന് വേദ ഇങ്ങനെ പറഞ്ഞു. എന്തായാലും ഞാൻ ഒരു പഴയ കേസിൻ്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു. എൻ്റേതായ രീതിയിൽ ഞാൻ അന്വേഷണം തുടങ്ങുകയും ചെയ്തു എന്ന കാര്യം വേദ പറയുക. അക്കാലത്ത് നിങ്ങൾക്ക് വിക്രവുമായി ബന്ധം ഉണ്ടായിരുന്നിട്ടും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ കണ്ടെത്തിയെന്ന് വേദ പറയുക. ചക്രപാണി സാറിൻ്റെ പഴയ കേസ് ഫയലിൽ വിക്രമിൻ്റെ മയക്കുമരുന്ന് കേസിൻ്റെ വിവരണത്തിനിടയിൽ കോളേജിൽ വെച്ച വിക്രവുമായി അടിയുണ്ടാക്കിയ ഒരു പയ്യനെ പോലീസ് പൊക്കിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകാര്യം ഒന്ന് ഞെട്ടി. വിക്രമിൻ്റെ അച്ഛൻ്റെ പരാതിയിലാണ് അന്ന് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ അന്ന് അവന് സപ്പോർട്ട് ചെയ്തത് ഒരു ശ്രീകുമാർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രീകാര്യത്തിന് ഞെട്ടലോട്. ആ പയ്യൻ പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. പിന്നെ അന്ന് അവനെ ഇറക്കിക്കൊണ്ടുവന്ന ശ്രീകുമാറിന് നിങ്ങൾ അറിയും ഇല്ലേ ശ്രീനിവാസ എന്ന് വേദ ചോദിക്കുമ്പം ശ്രീനിവാസൻ ഒന്നുകൂടെ ഞെട്ടി. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ രക്ഷിക്കാനെന്നുള്ള പേരിൽ നിങ്ങളുടെ കൂടെ കൂട്ടി നിങ്ങളുടെ ആളാക്കി വിക്രമിനെ നിങ്ങൾ മാറ്റിയെടുക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. പിന്നെ പക്ഷേ വിക്രം അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെടാൻ കാരണക്കാരനായ ശ്രീകുമാറിനെ പറ്റി നിങ്ങൾ വിക്രമനോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല എന്ന കാര്യവും വേദ പറയുക. കാരണം ശ്രീനിവാസൻ എന്ന ആൾക്ക് അയാളുടെ സഹോദരിയുടെ മകൻ ശ്രീകുമാറിനോട് അതിരൊറ്റ വാത്സല്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രീനിവാസൻ ഞെട്ടി നിൽക്കുക. നിങ്ങളുടെ മരുമകനാണോ വിക്രമൻ്റെ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനെന്ന് എനിക്കിപ്പോഴും കൃത്യമായി അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് അറിയുന്ന ആ ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വിക്രമനെയും കൂട്ടി വരുമെന്ന് വേദ പറയുക. അന്ന് നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിയും വരുമെന്നുള്ള കാര്യവും വേദ ഈ ശ്രീനിവാസനോട് പറഞ്ഞു. വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും പുകയ്ക്കാൻ തുടങ്ങി ശ്രീനിവാസൻ. ആ സമയത്ത് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്നു. വിക്രം വന്ന് ഇദ്ദേഹത്തിനെ നോക്കുമ്പോൾ വേദ അങ്ങ് പോയല്ലോ. അപ്പോൾ എന്താ സാർ അവൾ ഒന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. അന്നേരം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, അവൾ മിടിക്കുക കേട്ടോ എന്ന് ശ്രീനിവാസൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം ഇങ്ങനെ വേദയെ നോക്കുക. അയാൾ അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദർശനെ കാണാനായിട്ട് വേദ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ വേദ വേറൊരു ചേട്ടനെ വേദയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാണ് ദർശൻ. ഇത് ഹമീദാണെന്നും പറഞ്ഞു. അപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. ഹമീദ് ഇത് വേദ ശങ്കരനാരായണൻ എന്ന് പറയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കാരമൊക്കെ പറഞ്ഞു കേട്ടോ. ഹമീദൊക്കെ പോലീസിലായിരുന്നു, റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതേന്നും പറഞ്ഞു.
പിന്നെ വിക്രം വന്ന് അറസ്റ്റിലായതിനെ പറ്റി അന്വേഷിക്കണമെന്ന് വേദ എന്നോട് പറഞ്ഞിരുന്നില്ലേ, ആ ഒരു അന്വേഷണമാണ് ഹമീദക്കയിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ വിക്രത്തെ അറസ്റ്റ് ചെയ്ത പോലീസ് ടീമിൽ അന്ന് ഹമീദക്ക ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. ഇനി ഹമീദക്ക കാര്യങ്ങളൊക്കെ പറയും. പറ ഹമീദക്ക. അപ്പോൾ 7-8 കൊല്ലം മുന്നേ ഉള്ള കാര്യമല്ലേ, ഓർമ്മയിൽ നിന്ന് പറയുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുമ്പം അത് സാരമില്ല, നമുക്കത് കണക്ട് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു ദർശൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം സാറ് പറഞ്ഞ് വിക്രം അറസ്റ്റിലേക്ക് വന്ന് കയറിയതാണ്. പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ ഈ പറഞ്ഞ വിക്രത്തിൻ്റെ അച്ഛൻ സുധാകരൻ മാഷ് സ്കൂൾ കുട്ടികൾക്കിടയിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു എന്ന് പറയുമ്പം അച്ഛനോ എന്ന് വേദ ചോദിച്ചു. അതെ, സുധാകരൻ മാഷിനെ കൊടുക്കാനാണ് അന്ന് ആ പദ്ധതി പ്ലാൻ ചെയ്തവർ ശ്രമിച്ചതെന്നുള്ള കാര്യം ദർശൻ പറയുക. പിന്നെ ക്യാമ്പസിലെ മയക്കുമരുന്ന് സംഘത്തെ അറസ്റ്റ് ചെയ്തത് സുധാകരൻ മാഷിൻ്റെ പരാതി പ്രകാരമായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ആയിരുന്നു അതെന്ന കാര്യം പറയുമ്പം അച്ഛൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പോലീസിന് മനസ്സിലായില്ലേ എന്ന് വേദ ചോദിക്കുമ്പം അപ്പോൾ ആളുടെ കയ്യിൽ സ്റ്റഫ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇൻഫർമേഷൻ. അത് മുകളിൽ നിന്ന് നേരിട്ട് വിളിച്ചു പറഞ്ഞതാണെന്നും പോലീസ് അത് കണ്ടെത്തുകയും ചെയ്തു. അപ്പോഴാണ് വിക്രം നാടകീയമായി അത് തൻ്റേതാണെന്നും താനാണ് അത് അവിടെ വെച്ചതെന്നും പറഞ്ഞതെന്നുള്ള കാര്യവും ദർശൻ പറയുക. അപ്പോൾ അത് അച്ഛനെ രക്ഷിക്കാനാണെന്നാണ് പോലീസ് ആദ്യം വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. പക്ഷെ വിക്രം തൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒരു സമയത്തും വിക്രം അത് മാറ്റി പറഞ്ഞതുമില്ല എന്ന് പറയുകയും ചെയ്തു. ഹമീദക്ക പറയുന്നത് വിക്രം അത് ചെയ്തു എന്ന് മനഃപൂർവ്വം ഏറ്റെടുത്തു എന്നാണോ എന്ന് ചോദിച്ചു ദർശൻ. എന്ന് വെച്ചാൽ എന്ന് വേദ ചോദിച്ചു. അപ്പോൾ നമ്മൾ എത്ര പേരെ കാണുന്ന മോളെ, ചോദ്യം ചെയ്യുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും പോലീസിന് അത് ഉറപ്പായിരുന്നു വിക്രം അത് ചെയ്തിട്ടില്ല എന്നുള്ളതെന്നും അദ്ദേഹം പറയുക. പിന്നെ എങ്ങനെ അച്ഛൻ്റെ ബാഗിൽ അത് വന്നു എന്ന് വേദ ചോദിക്കുമ്പം അത് മറ്റാരോ കൊണ്ടുവന്ന് വെച്ചതാണ്, അത് വിക്രമനും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു എന്നും പറയുമ്പം മറ്റാരെങ്കിലും ആണത് ചെയ്തതെങ്കിൽ വിക്രം എന്തുകൊണ്ടാണ് അവസാനം വരെ ആ കുറ്റം ഏറ്റെടുത്തതെന്ന് വേദ ചോദിക്കാം. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ വേദ. ഒരു ഘട്ടത്തിലും സുധാകരൻ മാഷ് കേസിൽ പെടരുത് എന്ന് വിക്രം വിചാരിച്ചിട്ടുണ്ടാകും. അതെ, അത് ആ പയ്യൻ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയായിരുന്നു കുറ്റം ഏറ്റെടുത്തതെന്ന് ആ ചേട്ടനും പറയാം. അപ്പോൾ വിക്രമനെ അറിയാവുന്ന മറ്റൊരാളായിരിക്കണം അതിൻ്റെ പിന്നിലല്ലേ എന്നൊക്കെ ചോദിച്ച വേദയോട് അതെ, അത് വിക്രമിന് കൃത്യമായി അറിയാമായിരിക്കണം, അതുകൊണ്ട് അയാൾ അത് മനഃപൂർവ്വം ഒതുക്കിയതായിരിക്കും എന്നുള്ള കാര്യവും വേദയോട് ദർശൻ പറയുക. അങ്ങനെ സത്യത്തിൻ്റെ പടുവാതിൽക്കൽ വന്ന് നിൽക്കുക നമ്മുടെ വേദ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേദ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക, വിക്രവും വേദയും കൂടി സംസാരിക്കുന്ന കാണിക്കുന്നത്. അപ്പോൾ നീ ആരാ ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടാനും ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവ് ജയിലിൽ കഴിഞ്ഞത് എന്തിനാണെന്ന് അന്വേഷിക്കാനുള്ള അവകാശം ഭാര്യയ്ക്ക് ഉള്ളത് കൊണ്ടാണെന്ന് വേദ പറയും. ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്തിനാണെന്ന് നിനക്ക് നിൻ്റെ അച്ഛനോട് പോയി അന്വേഷിച്ചാൽ മതിയല്ലോ, അയാളല്ലേ അന്ന് ശിക്ഷ വിധിച്ചതെന്ന് വിക്രം ചോദിക്കുക വേദയോടെ. നോക്ക്, എൻ്റെ ഭൂതകാലം അന്വേഷിച്ച് നീ ഒരുപാട് കഷ്ടപ്പെടാൻ നിൽക്കരുത്. ആ കാലം അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം. മയക്കുമരുന്നും മദ്യവും കൊണ്ട് നശിച്ചു പോയൊരു വിദ്യാർത്ഥിയുടെ ജീവിതമാണതെന്ന് പോലീസും കോടതിയും അടക്കം കണ്ടെത്തിയതാണെന്നും ആദ്യം സ്വന്തമായി ഉപയോഗിക്കുകയും പിന്നീട് അത് മറ്റു കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന പെല്ലറായി മാറുകയും ചെയ്തു എന്നുള്ളതായിരുന്നു പോലീസ് ഭാഷ്യമെന്ന കാര്യവും വിക്രം വേദയോട് പറയുക. അത് സംശയരഹിതമായി നിന്റെ അച്ഛൻ്റെ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണെന്നും അതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുകയും ചെയ്തതാണെന്നും ഇനി ആ കാലത്തെക്കുറിച്ച് അന്വേഷിച്ച് കൂടുതലൊന്നും അറിയേണ്ടതില്ലെന്നും വേദയോട് വിക്രം പറയുമ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് വിക്രത്തിനോട് വേദ ചോദിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലെന്നും നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുക. പിന്നെ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ നുണയുടെ മുകളിൽ നിങ്ങളിങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നതെന്നും വേദ വിക്രത്തോട് ചോദിച്ചു. വിക്രത്തിന് അതിന് മറുപടിയില്ല. അച്ഛൻ്റെ ബാഗിൽ അത് വെച്ചത് എന്തായാലും നിങ്ങളല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് വേദ വിക്രത്തോട് പറഞ്ഞു. ആ ഒരു ദിവസം അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ പോകാതിരിക്കാനായിട്ട് നിങ്ങളത് ഏറ്റെടുക്കുകയായിരുന്നു എന്നും എനിക്കറിയാം. പക്ഷേ അത് ചെയ്തത് ആരാണെന്ന് നിങ്ങൾ പിന്നീട് അന്വേഷിക്കാതിരിക്കില്ല എന്നും എനിക്കറിയാം. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളത് ആരോടും പറയാതിരിക്കുകയാണ്. ആരാണ് അയാളെന്ന് വേദ ചോദിക്കുമ്പം അങ്ങനെ ഒരാളില്ല, അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് നീ അറിയാനും പോകുന്നില്ല എന്ന് വിക്രം വേദയെ വെല്ലുവിളിച്ചു. അപ്പോൾ ജീവിതകാലം മുഴുവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ പഴിയായിട്ട് ജീവിക്കണം എന്നാണോ നിങ്ങൾ ഈ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അത് ചെയ്തിട്ടില്ലെന്ന് നിങ്ങളിൽ വിശ്വസിക്കുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ചെയ്തതാണെന്ന് വിക്രം വേദയോട് പറയുക. ഒരു രീതിയിലും വിക്രം അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അതിൻ്റെ പേരിൽ അനുഭവിക്കാനുള്ളതെല്ലാം ഞാൻ അനുഭവിച്ചും കഴിഞ്ഞു. അതിനുശേഷം എൻ്റെ ജീവിതം ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിൽ മാറിപ്പോയതുമാണെന്നും വിക്രം വേദയോട് പറയുക. ഇനി അതിൽ നിന്ന് എനിക്കൊരു തിരുത്തില്ല, അതിന് നിങ്ങളാരും ശ്രമിക്കുകയും വേണ്ട. അപ്പോൾ വാശിയാണോ എന്ന് ചോദിച്ചു. അല്ല, അതിൻ്റെ തീരുമാനമാണെന്നും പറഞ്ഞ് വിക്രം അവിടുന്ന് പോകുമ്പോൾ വിക്രം എന്നും പറഞ്ഞ് വേദ വീണ്ടും ചെല്ലുക. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞോളൂ, എല്ലാവരിൽ നിന്നും നിങ്ങൾ മറച്ചു വയ്ക്കുന്ന സത്യത്തിൻ്റെ വക്കോളം ഞാൻ എത്തിയിട്ടുണ്ടെന്നും ഇനി നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും അത് ഞാൻ അറിയാതിരിക്കില്ല എന്ന് വേദ വിക്രത്തോട് ആ സത്യം വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. വിക്രം അവിടുന്ന് പോയി വിഷമിച്ച റൂമിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന വിക്രത്തിൻ്റെ ഫോണിലേക്ക് തൊട്ടടുത്ത നിമിഷം കോള് വരുന്നു. വിക്രം അത് അറ്റൻഡ് ചെയ്തു, പക്ഷേ കട്ടായിപ്പോയി.
പിന്നെ വീണ്ടും കോൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ ഹലോ ശ്രീനി സാർ, എന്താ സാറെന്ന് ചോദിച്ചു. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല വിക്രം, ആ ശ്രീധരൻ ഒരിത്തിരി പ്രശ്നമാണെന്ന് പറയുമ്പം അയാൾ വിചാരിച്ചാൽ എന്ത് നടക്കുമെന്ന് സാർ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് വേദ റൂമിലേക്ക് കയറി വരുന്നതും ഈ വിക്രവും അതുപോലെ ശ്രീകാരും ശ്രീനിവാസനും കൂടെ സംസാരിക്കുന്ന രഹസ്യം മറഞ്ഞു നിന്ന് കേൾക്കുന്നതും. അപ്പോൾ എന്തും നടക്കും. പഴയ ചില ബിസിനസ് ബന്ധങ്ങൾ അയാൾ ഇപ്പം തന്നെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് ശ്രീനിവാസൻ പറയാം. നമ്മുടെ കാസർഗോഡ് അലിയാരുടെ ചില സുഹൃത്തുക്കളെ അയാൾ ബന്ധപ്പെട്ടു എന്ന് ഇപ്പോഴാണ് അറിഞ്ഞതെന്നൊക്കെ പറയുക. അപ്പോൾ എന്ന് വെച്ചാൽ അപ്പോൾ ആരോ ഇതിൻ്റെ പിറകിലുണ്ട് വിക്രം എന്നിങ്ങനെ ശ്രീനിവാസൻ പറയുന്നു. അപ്പം അങ്ങനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരാളാണ് ശ്രീധരൻ എന്ന് ചോദിക്കുമ്പം അയാളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അത് സത്യം മാത്രമാണെന്ന കാര്യം പറയുക. നമ്മളെക്കുറിച്ചുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ എല്ലാ വിശദാംശങ്ങളുമായി അയാൾ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ശ്രീനിവാസൻ വിക്രത്തോട് പറയുന്നു. അത് വെച്ച് അയാൾ എന്തായാലും മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അയാളെ പിന്തിരിപ്പിക്കാൻ ഇപ്പം എന്താ സാർ മാർഗം? അപ്പോൾ ഭീഷണി അയാളുടെ അടുത്ത് നടക്കില്ല വിക്രമെന്ന് ശ്രീനിവാസൻ പറയുക. സാറ് ധൈര്യമായിട്ടിരിക്കുക, അയാളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറയുമ്പം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ അയാളുടെ വീട്ടിൽ നിന്ന് പൊക്കിയിരിക്കുമെന്ന് വിക്രം പറയുക. അപ്പോൾ ശ്രീനിവാസൻ ഇങ്ങനെ നോക്കിയിരിക്കുക, കേട്ട് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കേട്ടു. അപ്പോൾ 2 ദിവസം നമ്മളോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ അയാൾ കഴിയട്ടെ, ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാമെന്ന് പറയുമ്പം നീ വിചാരിക്കുന്നത് പോലെ നടന്നില്ലെങ്കിലോ? നടക്കും സാർ, ഇതിലും വലിയ പുള്ളികളെ നമ്മൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. പിന്നെയാണോ ഇനി ഇത് എന്നൊക്കെ വിക്രം ചോദിക്കുക കേട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ വേദ ഇതിനെതിരെ പൊരുതും ഉറപ്പാണ്. അപ്പോൾ ശ്രീധരൻ്റെ കാര്യം ഞാൻ ഏറ്റെന്ന് വിക്രം, അതിനെപ്പറ്റി ഓർത്ത് സാർ വിഷമിക്കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ വിക്രത്തിനെ എനിക്ക് വിശ്വാസമാണെന്നും പറഞ്ഞു ഈ ശ്രീനിവാസൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഇയാൾ ഒരു ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വേദ ഇങ്ങനെ ഒരു ടെൻഷനോട് കൂടി അവിടെ സ്റ്റെയറിലിരിക്കുന്നു. അപ്പോൾ കുറച്ച് ചൂട്ടും കമ്പും ഒക്കെ ആയിട്ട് ശ്രീജ അതുവഴി വന്നു. അപ്പോൾ വേദ ഇരിക്കുന്നത് കണ്ട് വേദയൊക്കെ എന്നാ വിഷമമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് വിറകൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇനി 1 വർഷം 12 കുറ്റിയെ കിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടേന്നൊക്കെ പറഞ്ഞ് ഗ്യാസിനെ പറ്റിയൊക്കെയുള്ള കാര്യം പറയുക. പക്ഷെ അന്നേരവും വേദ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വേദ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചിരിക്കുക. അപ്പോൾ ശ്രീജ ചോദിച്ചു, എന്ത് പറ്റി വേദ, നീ എന്താ ആലോചിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ വിക്രം ജീവിക്കുന്ന തലച്ചോറ് കൊണ്ടല്ലെന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. അപ്പോൾ ഏതെന്താ പറ്റിയതെന്ന് വേദയോട് ചോദിക്കാം. വിക്രമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായി കാണുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നതൊന്നും അല്ലല്ലോ കാര്യം, പിന്നെ എന്താ പ്രശ്നമെന്ന് വേദയോട് ശ്രീജ ചോദിക്കുമ്പം മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയും തട്ടിക്കൊണ്ടുപോയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കിയാൽ അത് നടക്കുന്ന കാര്യം വലുതാണ് ശ്രീജയെടുത്തി. അന്നേരം ഇപ്പം ആരെ തട്ടിക്കൊണ്ടുപോയെന്ന് നീ പറയണേന്ന് ചോദിച്ചു. അപ്പോൾ പുതിയ കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്, അതും ശ്രീകാര്യം ശ്രീനിവാസിന് വേണ്ടിയെന്ന് പറയുമ്പം നമ്മുടെ വിക്രമോ പിന്നെ വേറെ ആരാ എന്ന് വേദ ചോദിച്ചു കേട്ടോ. ശ്രീനിവാസൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ആ ശ്രീധരൻ സാറിനെ കണ്ടിരുന്നു എന്ന് വേദ പറഞ്ഞു. മുൻപൊരിക്കൽ പുള്ളിക്കാരനെ ഞാൻ ലോ കോളേജിലൊക്കെ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ വേദ ഈ ശ്രീജയോട് പറയാം. ഇന്ന് രാത്രി അദ്ദേഹത്തിന് ഇവർ പൊക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വരെ വേദ ശ്രീജയോട് പറഞ്ഞു. വേദവാ, ഞാൻ വിക്രത്തോട് സംസാരിക്കാമെന്ന് ശ്രീജ പറയുമ്പം അതുകൊണ്ട് ഫലം ഉണ്ടാകുന്നു, ശ്രീജയടത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷയെങ്കിലും ഉണ്ടോ എന്ന് അന്നേരം ചോദിച്ചു. ഇത്രയൊക്കെ ആയിട്ടും ആ ശ്രീനിവാസൻ വിക്രമനെ അയാൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് വിക്രമന് മാത്രം മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളത് എൻ്റെ ഒരു വിഷമം എന്ന് പറയുമ്പം വേദ ഇത് ചെറിയ കാര്യമല്ല കേട്ടോ, ആളുകളെ തട്ടിക്കൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതും 4 ആൾ അറിയുന്ന ആളെന്നൊക്കെ പറയുമ്പോൾ എന്താ, എങ്ങനെയെങ്കിലും അത് തടയണം ശ്രീജടത്തി എന്ന് വേദ പറഞ്ഞു. ആ പരിപാടി നടക്കരുതെന്നും വേദ പറഞ്ഞു. അപ്പോൾ വേദ ഒരു കാര്യം ചെയ്യുക, ശ്രീധരൻ എന്ന ആളിനെ പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്, ശ്രീകാരും ശ്രീനിവാസനും ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് ആളെ പോയി അറിയിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീധരൻ സാറ് അപ്പം തന്നെ പോലീസിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അന്നേരം പോട്ടെ, ശ്രീനിവാസനെതിരെ പോലീസ് കേസെടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ വിക്രമിൻ്റെ സ്വഭാവം ശ്രീജടത്തിക്ക് അറിയാവുന്നതല്ലേ, നമ്മളെ നിലത്ത് നിർത്തുമെന്ന് തോന്നണുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ എന്ത് വേണമെന്നാണ് ചോദിക്കുമ്പം വിക്രമൻ്റെ ആ പ്ലാൻ നടക്കാൻ പാടില്ല എന്ന് വേദ ശ്രീജയോട് പറയുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്കൊരു പരിപാടിയുണ്ട്, ശ്രീജയടുത്ത് എൻ്റെ കൂടെ നിന്ന് നിന്നാൽ മതി എന്ന് വേദ പറഞ്ഞു. അപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത് ശ്രീജ ചോദിച്ചു. അതൊക്കെ പറയാമെന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നമ്മളൊരു സൂത്രപ്പണി ചെയ്യാൻ പോവുകയാണ്, അതിന് എൻ്റെ കൂടെ ശ്രീജയടുത്ത് നിൽക്കണമെന്നും പറഞ്ഞു. അപ്പോൾ നന്ദിനി വന്നിട്ട് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. ഇന്ന് രാത്രി എന്ത് സൂത്രപ്പണി ഒപ്പിക്കാനാണ് പ്ലാൻ, ഞാനും കൂടെ ഒന്ന് കേൾക്കട്ടെ എന്ന് നന്ദിനി പറയുമ്പോൾ രണ്ടുപേരും നോക്കി. അപ്പോൾ രണ്ടും കൂടി എന്താ ഒപ്പിക്കാൻ പോണേന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്നേ, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കായിരുന്നു എന്ന് വേദ പറഞ്ഞു. അങ്ങനെ അല്ലല്ലോ ഞാൻ കേട്ടത് എന്ന് നന്ദിനി ശ്രീജയോടും വേദയോടും ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. എല്ലാം പൊളിക്കാൻ ആ ഒരു വിത്ത് മതിയല്ലോ. കുറച്ച് ദിവസമായിട്ട് രണ്ടുപേരും കുശുക്കുന്നതും അടക്കം പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്.
എനിക്കെതിരെ വല്ല കുതന്ത്രം ഉണ്ടാക്കാനാണ് പ്ലാനെങ്കിൽ ഇതേ അത് കയ്യിൽ വെച്ചാൽ മതി കേട്ടല്ലോ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ അയ്യോ നന്ദിനിയേട്ടത്തിക്കെതിരെ ഞങ്ങൾ എന്ത് കുതന്ത്രം ഉണ്ടാക്കാനാ? ദേ ലോകത്തിലെ എല്ലാവിധ കുതന്ത്രങ്ങളും കൊലക്കി കുടിച്ചിരിക്കുന്ന നന്ദിനിയേട്ടത്തി നേരിടാൻ പറ്റിയതൊന്നും ഞങ്ങളുടെ കയ്യിലില്ലേ എന്ന് പറഞ്ഞ് വേദ അത് സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞ് നന്ദിനി നിൽക്കുമ്പം നീ എന്തോന്നാടി ഉദ്ദേശിച്ചത് എന്ന് നന്ദിനി ചോദിച്ചു. അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞപ്പം വേദ അത് സാരല്ല ശ്രീചേട്ടത്തി, അതെ ഇനി ഒളിച്ചു വെക്കണ്ട, അങ്ങനെ എന്നോട് ഒളിപ്പിച്ച് വെക്കാനും പറ്റത്തില്ല, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു നന്ദിനിയെ. ഈ വീട്ടിൽ ഞങ്ങൾ തമ്മിൽ നല്ല ഐക്യത്തിലാണെന്നും ആകെ പ്രശ്നം ഉണ്ടാക്കുന്നത് നന്ദിനിയടത്തി മാത്രമാണ്. ആരും അറിയാതെ ഇത്തിരി വിഷം കലക്കി തന്നാലോ എന്ന് ഞങ്ങൾ തമ്മിൽ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുമ്പം എന്തിനാന്ന് ചോദിച്ചോണ്ട് നന്ദിനി. അപ്പം അതേന്നേ അത് പറമ്പിൽ പോയപ്പോൾ ഒതളങ്ങ കായച്ചു നിൽക്കുന്നത് കണ്ടു എന്ന് ശ്രീചേട്ടത്തി പറഞ്ഞു. അതിൻ്റെ പരിപ്പെടുത്ത് കലക്കി തന്നാലോ എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് എന്ന് പറയുമ്പം ശ്രീജയ്ക്കും ചിരി വന്നു. ഒതളങ്ങ കണ്ടപ്പോഴേ പേരയ്ക്ക പോലെ എന്തോ ആണെന്ന് കരുതി ആർത്തിമുത്ത് പൊട്ടിച്ച് തിന്ന ആളുകളോട് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ നമ്മുടെ വേദ പറയുക. തെളിവിന് വേണ്ടിയിട്ട് നന്ദിനി അടുത്തിടെ മുറിയിൽ 1-2 ഒതളങ്ങ അങ്ങ് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യാം. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രീജ വരെ എന്തം വിട്ടു വേദയുടെ ബുദ്ധി കേട്ടിട്ടെ. ഇനിയിപ്പോൾ നന്ദിനി അടുത്തേക്ക് കേട്ട സ്ഥിതിക്ക് ആ പ്ലാൻ പൊളിഞ്ഞില്ലേ, വേറെ എന്തെങ്കിലും ആലോചിക്കാമെന്ന് പറഞ്ഞു. അല്ല ശ്രീചേട്ടത്തിന്ന് ചോദിച്ചു നമ്മുടെ വേദ അവിടെ നിന്ന് പോയി. അപ്പോൾ ശ്രീജേച്ചി എന്ന് പറഞ്ഞ് നന്ദിനി ചെന്നപ്പം ഇനി ശ്രീചേട്ടത്തിനെ മെക്കിട്ട് കയറണ്ട, കൊല്ലാനുള്ള പ്ലാൻ എൻ്റേതായിരുന്നു. ശ്രീചേട്ടത്തി പറഞ്ഞതേ തലയ്ക്ക് വട്ടാവുന്ന എന്തെങ്കിലും ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു. വാ ശ്രീചേട്ടത്തി എന്ന് പറഞ്ഞ് വേദ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഷോക്ക് അടുപ്പിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു വേദ അങ്ങ് പോയി. ശ്രീജ അന്നേരം അവിടെ നിന്ന് പോക്കും പോയി. പേടിച്ചു വിറച്ചിങ്ങനെ നിൽക്കുക നമ്മുടെ നന്ദിനി. ഈ സമയത്ത് നമ്മുടെ ശ്രീജയും വേദയും കൂടി വിക്രത്തിനായിട്ടുള്ള പണി കൊടുക്കുക, ഉറക്ക ഗുളിക കൊടുത്ത് വിക്രത്തെ ഉറക്കി കിടത്താനായിട്ട്. അങ്ങനെ ഇന്നത്തെ പ്ലാൻ പൊളിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നാളെ ശ്രീനിവാസൻ തന്നെ അത് വേണ്ടാന്ന് പറയുമെന്നൊക്കെ പറഞ്ഞു. അയ്യോ ഇപ്പോൾ അതൊക്കെ ഉണ്ട്, ഈ കഞ്ഞി കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു. അയ്യോ എനിക്ക് പേടിയാ, ഇത് കൊടുക്കാൻ എന്തിനാ പേടിക്കുന്നതെന്ന് വേദ ചോദിച്ചു കേട്ടോ. ശ്രീജേടത്തി ഇതിൽ ഉറക്ക ഗുളിക കലക്കിയിട്ടുണ്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അയ്യോ അതല്ല, എന്നാലും ശ്രീജേടത്തി അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളെന്താണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞങ്ങൾ കുറച്ച് പായസം ഉണ്ടാക്കുക, എന്താ അങ്ങനെ അങ്ങ് ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചു. അപ്പോൾ അതെന്താ അങ്ങനെയെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് നന്ദിനി. വിനേണ്ട എന്താ പായസം കുടിച്ചാൽ ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചു. അത് വേണമെങ്കിലേ നന്ദിനിയുടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് വല്ലതും പറഞ്ഞോ? അപ്പോൾ നീ ഈ വീട്ടിൽ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് മേനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ അടിയെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാലം നന്ദിനിയുടെ ശ്രമിച്ചതല്ല, ഇതിനെക്കുറിച്ച് ഞാനും ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു വേദ. ആ സമയത്ത് ഈ പായസം എടുത്തുകൊണ്ട് നന്ദിനി ഒരൊറ്റ പോക്ക്. അപ്പോൾ നന്ദിനി ഇത് കുടിക്കണ്ട, നന്ദിനിക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ശ്രീജ. ഇത് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചതിന് ശേഷം ബാക്കി വിക്രം കുടിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി കുടിക്കാൻ നോക്കുമ്പോൾ നന്ദിനി അത് കുടിക്കരുതെന്ന് പറഞ്ഞു. കുടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അത് മൊത്തത്തോടെ എടുത്ത് മാറ്റി. അങ്ങനെ ഇവർ ഇഷ്യൂ എന്നും പറഞ്ഞ് തലയ്ക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയോ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.